So, last class നമ്മൾ module 5 start ചെയ്യും അല്ലേ? So, we have been discussed about grinding theory, right? Theory of grinding, grinding mechanism. Okay, at last നമ്മൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തത് ടൈപ്സ് ഓഫ് ഗ്രൈൻഡിങ് മെഷീൻസ് ആണ് അല്ലേ? സോ അക്കോർഡിംഗ് ടു ദ ക്വാളിറ്റി ഓഫ് സർഫേസ് ഫിനിഷ്, ഗ്രൈൻഡിങ് മെഷീൻസ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, റഫ് ഗ്രൈൻഡേഴ്സ് ആൻഡ് പ്രിസിഷൻ ഗ്രൈൻഡേഴ്സ്, റൈറ്റ്? സോ റഫ് ഗ്രൈൻഡർ ആൻഡ് പ്രിസിഷൻ ഗ്രൈൻഡേഴ്സ്, ഇതിൽ കുറേ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, റൈറ്റ്? റഫ് ഗ്രൈൻഡേഴ്സ് പലതരത്തിലുണ്ട്, ലൈക്ക് വൈസ് പ്രിസിഷൻ ഗ്രൈൻഡേഴ്സും പലതരത്തിലുണ്ട്. സോ എന്താണ് റഫ് ഗ്രൈൻഡേഴ്സ്, എന്താണ് പ്രിസിഷൻ ഗ്രൈൻഡേഴ്സ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് സി വാട്ട് ഇസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ എ റഫ് ഗ്രൈൻഡർ ആൻഡ് എ പ്രിസിഷൻ ഗ്രൈൻഡർ. സോ എ റഫ് ഗ്രൈൻഡർ മീൻസ്, അല്ലേ, ഈ പേരിലുള്ളത് പോലെ തന്നെ നമ്മൾ വിത്തൗട്ട് റെഫറൻസ് ടു ദ ആക്യുറസി, അതായത് ആക്യുറസി ഇത്ര ആക്യുറസി വേണം, അല്ലെങ്കിൽ വർക്ക് പീസിൽ ഇത്ര പെർട്ടിക്കുലർ സർഫേസ് ഫിനിഷ് വേണം, ആ ഒരു രീതിയിലൊന്നും നമ്മൾ കറക്റ്റായിട്ട് വിത്ത്സ്റ്റാൻഡ് ചെയ്യാതെ നമ്മൾ ചെയ്യുന്നത്, ജസ്റ്റ് ഒരു ഗ്രൈൻഡിങ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ റഫ് ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. സോ വി വിൽ ഡൂ ദിസ് റഫ് ഗ്രൈൻഡിങ് ഓൺ റഫ് ഗ്രൈൻഡേഴ്സ്. ഓക്കെ, അതുപോലെ പ്രിസിഷൻ ഗ്രൈൻഡിങ് എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഡയമെൻഷനിൽ നമ്മൾ പാർട്സ് ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി വിൽ ഡൂ പ്രിസിഷൻ ഗ്രൈൻഡേഴ്സ്. ഓക്കെ, we will do it in a precision grinder and it is called precision grinding. Okay, so rough grinding and precision grinding, different types of rough grinders and so rough grinders are of four to five types. Floor stand and bench grinders, floor stand grinders, bench grinders, portable and flexible shaft grinder, swing frame grinder, abrasive belt grinder. സോ ഇതൊക്കെയാണ് നമ്മുടെ ഡിഫറെൻറ്റ് റഫ് ഗ്രൈൻഡേഴ്സ്. ഓക്കെ, അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് റഫ് ഗ്രൈൻഡേഴ്സ് ആണ് ഇതൊക്കെ. സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ റഫ് ഗ്രൈൻഡറിൽ എന്താ സംഭവിക്കുന്നത്, റിമൂവിങ് ലാർജ് എമൗണ്ട് ഓഫ് മെറ്റൽ ഫ്രം ദ വർക്ക് പീസ്. ഓക്കെ, കമ്പാരിറ്റീവ്ലി ടോട്ടലി ഒരു ഗ്രൈൻഡിങ് മെഷീനിൽ നമ്മൾ പറഞ്ഞു ഒരു തിൻ ലെയർ ഓഫ് മെറ്റീരിയൽ ആണ് പോവുക എന്നുള്ളത്, അല്ലേ? തിൻ ലെയർ ഓഫ് മെറ്റീരിയൽ ആണ് പോവുക, റിമൂവ് ചെയ്യുന്നത്. സോ ഇൻ ദിസ് തിൻ, ബൈ comparing a rough grinder and a precision grinder, rough grinders ഉപയോഗിക്കുന്ന സമയത്ത് large amount of metal will be removing. Okay, ഈ precision grindersഉം rough grindersഉം compare ചെയ്യുകയാണെങ്കിൽ removing large amount of metal from the workpiece, right? അപ്പം റഫ് ഗ്രൈൻഡേഴ്സ് അല്ലെ, ഫ്ലോർ സ്റ്റാൻഡ് ഗ്രൈൻഡർ, ബെഞ്ച് ഗ്രൈൻഡർ, portable and flexible shaft grinder, swing frame grinder, abrasive belt grinders, എല്ലാം എന്താണ് എന്ന് നോക്കാം, ഓരോരോ ഗ്രൈൻഡേഴ്സും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ പ്രിസിഷൻ ഗ്രൈൻഡർ, അക്കോർഡിംഗ് ടു ദ ടൈപ്സ് ഓഫ് സർഫേസ് ജനറേറ്റഡ്. പ്രിസിഷൻ ഗ്രൈൻഡേഴ്സ് കുറേ ടൈപ്സ് ഉണ്ട്. സിലിണ്ടറിക്കൽ ഗ്രൈൻഡേഴ്സ്, ഇന്റേണൽ ഗ്രൈൻഡേഴ്സ്, സർഫേസ് ഗ്രൈൻഡേഴ്സ്, ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡർ, സ്പെഷ്യൽ ഗ്രൈൻഡേഴ്സ്. ഇതൊക്കെയാണ് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിസിഷൻ ഗ്രൈൻഡേഴ്സ്. ഓക്കെ, അപ്പം റഫ് ഗ്രൈൻഡേഴ്സ് ഉണ്ട്, പ്രിസിഷൻ ഗ്രൈൻഡേഴ്സ് ഉണ്ട്. പ്രിസിഷൻ ഗ്രൈൻഡർ റഫ് ഗ്രൈൻഡറും തമ്മിലുള്ള മേജർ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ എന്താ, റഫ് ഗ്രൈൻഡേഴ്സിൽ നമ്മൾ ഒരു റഫറൻസ് ആക്യുറസി ഇത്ര ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടല്ല ഗ്രൈൻഡ് ചെയ്യുന്നത്. ബട്ട് പ്രിസിഷൻ ഗ്രൈൻഡറിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ആക്യുറേറ്റ് ഡയമെൻഷനിൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സമയത്താണ് നമ്മൾ പ്രിസിഷൻ ഗ്രൈൻഡർ ഉപയോഗിക്കുന്നത്. റഫ് ഗ്രൈൻഡറും പ്രിസിഷൻ ഗ്രൈൻഡറും പലതരത്തിലുണ്ട്. റഫ് ഗ്രൈൻഡേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റഫ് ഗ്രൈൻഡേഴ്സ് ആർ ഫ്ലോർ സ്റ്റാൻഡ് ഗ്രൈൻഡേഴ്സ്, ബെഞ്ച് ഗ്രൈൻഡേഴ്സ്, പോർട്ടബിൾ ആൻഡ് ഫ്ലെക്സിബിൾ ഷാഫ്റ്റ് ഗ്രൈൻഡേഴ്സ്, സ്വിംഗ് ഫ്രെയിം ഗ്രൈൻഡേഴ്സ്, എബ്രസീവ് ബെൽ ഗ്രൈൻഡേഴ്സ്. അല്ലേ, കമ്പാരിറ്റീവ്ലി റഫ് ഗ്രൈൻഡറും പ്രിസിഷൻ ഗ്രൈൻഡറും നോക്കുകയാണെങ്കിൽ റിമൂവിങ് എ ലാർജ് നമ്പർ ഓഫ് മെറ്റീരിയൽ, ലാർജ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ഫ്രം ദ വർക്ക് പീസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റഫ് ഗ്രൈൻഡിങ്ങിൽ സംഭവിക്കുന്നത്. ഓക്കെ, so first of all we will look into rough grinders, types of rough grinders. Okay, rough grinders in the first type of grinders ആണ് floor stand grinder. Okay, floor stand grinders, പേരിലുള്ളത് പോലെ തന്നെ ഒരു ഫ്ലോറിൽ സ്റ്റാൻഡ് ചെയ്യുന്ന ഗ്രൈൻഡർ. അതായത് നമ്മുടെ ഫാനില്ലേ, പെഡസ്റ്റിയൽ ഫാനൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന ഫാന്, പെഡസ്റ്റിയൽ ഫാൻ കണ്ടിട്ടില്ലേ?
കാണാൻ അതുപോലെ ഉണ്ടാവും. ഓക്കെ, ഫോളോ ചെയ്യുന്നില്ലേ? ഹലോ, ഓക്കെ. പെഡസ്റ്റിയൽ ഫാന് പോലെ ഉണ്ടാവും നമ്മുടെ ഗ്രൈൻഡർ കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഫ്ലോ സ്റ്റാൻഡ് ഗ്രൈൻഡർ ഈസ് പെഡസ്റ്റിയൽ ഓർ സ്റ്റാൻഡ്. ഇറ്റ് ഹാവ് എ സ്റ്റാൻഡ് ഓർ പെഡസ്റ്റിയൽ ഫിക്സഡ് ഓൺ ദ ഫ്ലോർ. ഫ്ലോറിൽ ഫിക്സ് ചെയ്ത രീതിയിൽ ഇവിടെ പെഡസ്റ്റിയൽ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് എന്നുള്ള രീതിയിൽ ഉണ്ടാവും. സോ ഹൊറിസോണ്ടൽ സ്പിൻഡിൽ വിത്ത് വീൽ അറ്റ് ബോത്ത് എൻഡ്സ്. ഓക്കെ, സ്പിൻഡിൽ ഹൊറിസോണ്ടൽ ആയിരിക്കും വിത്ത് വീൽസ് അറ്റ് ബോത്ത് എൻഡ്സ്. ഓക്കെ, ഫോട്ടോ കാണിക്കാം. ഓക്കെ, ഫ്ലോർ സ്റ്റാൻഡ് ഗ്രൈൻഡർ ഈ ഒരു ടൈപ്പ് ഫസ്റ്റ് ഇത് കണ്ടോ, ഈ ഒരു ഫിഗർ കാണാൻ പറ്റുന്നില്ലേ? ഇതിനെയാണ് നമ്മൾ ഫ്ലോർ സ്റ്റാൻഡ് ഗ്രൈൻഡർ എന്ന് പറയുന്നത്. കാണുന്നില്ലേ? യെസ്, കാണോ, പെഡസ്റ്റിയൽ ഉണ്ട്. യു ഹാവ് എ ടു അല്ലേ, ഗ്രൈൻഡിങ് വീല് 2 ഉണ്ട്. ഒരു മോട്ടോറിൽ 2 ഗ്രൈൻഡിങ് വീല് 2 സൈഡായിട്ട്. ഓക്കെ, ദെൻ യു ഹാവ് എ ഷീൽഡ് ആൻഡ് എ വർക്ക് ടാബ്. ഓക്കെ, വർക്ക് ടാബിൾ എന്ന് പറയുന്നത് ചെറിയൊരു സംഭവമാണ്, വർക്ക് ടാബ്. ഓക്കെ, ദെൻ യു ഹാവ് എ വാട്ടർ ടബ് പെഡസ്റ്റിയൽ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പം അതാണ് നമ്മുടെ ഫ്ലൂ സ്റ്റാൻഡ് ഗ്രൈൻഡർ. സോ ഹൊറിസോണ്ടൽ സ്പിൻഡിൽ വിത്ത് വീൽ അറ്റ് ബോത്ത് എൻഡ്സ്. നിങ്ങൾ കണ്ടതുപോലെ തന്നെ അല്ലെ, ഇറ്റ്സ് എ ഹൊറിസോണ്ടൽ സ്പിൻഡിൽ. ഒരു പെഡസ്റ്റിയൽ ഫാന് പോലെ തന്നെ നിന്ന് കഴിഞ്ഞാൽ, ബട്ട് യു ഹാവ് എ you have a horizontal spindle with wheel at both ends. Driving motor inside the pedestal, right? നിങ്ങൾ കണ്ടതല്ലേ, ഡ്രൈവിംഗ് മോട്ടോർ ഇസ് ഇൻസൈഡ് ദ പെഡസ്റ്റിയൽ. വർക്ക് റെസ്റ്റ് ഇസ് പ്രൊവൈഡർ. അതിനെയാണ് നമ്മൾ വർക്ക് ടേബിൾ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തത്. അതായത് ചെറിയ പീസൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്തുകൊണ്ട് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു റെസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനാണ് നമ്മൾ വർക്ക് റെസ്റ്റ് ഇസ് പ്രൊവൈഡർ എന്ന് പറയുന്നത്. വീൽസ് ആർ കവേർഡ് വിത്ത് ബൈ ഗാർഡ്സ് അല്ലേ, ഐ ഷീൽഡ് ഫിറ്റഡ് ഓൺ ദ ഗാർഡ്സ്, റൈറ്റ്? അതായത് 2 വീൽസിലും ഒരു ഗാർഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, റൈറ്റ് അല്ലേ? 2 വീൽസിനും ഷീൽഡ് ലെഗ് ഗാർഡ്സ് ഈ ഒരു സാധനം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ വർക്ക് റെസ്റ്റിൽ വെച്ചിട്ട് ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് വൈൽ ഡൂയിങ് യുവർ ഗ്രൈൻഡിങ്, ഓക്കെ, വൈൽ ഗ്രൈൻഡിങ് ബൈ യൂസിങ് ദീസ് വീൽസ് നമുക്ക് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആയിട്ടാണ് ശരിക്ക് ആ മെറ്റീരിയൽ റിമൂവ് ചെയ്യപ്പെടുന്നത് അല്ലേ. ഡസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇപ്പോൾ റഫ് ഗ്രൈൻഡിങ്ങിലാണെങ്കിൽ ബിറ്റ് ലാർജ് ആണെങ്കിൽ തന്നെ ഇറ്റ് വിൽ ബി സ്മോൾ ഇൻ സൈസ് അല്ലെ. ബാക്കി കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള മെഷീനിങ്സ് അപേക്ഷിച്ച് ദിസ് വിൽ ബി സ്മോൾ ഇനഫ്. ഓക്കെ, സോ ഇത് കണ്ണിലോട്ട് വന്ന് വീഴാൻ പാടില്ല. അതിനെയാണ് നമ്മൾ ഐ ഷീൽഡ് എന്ന് വിളിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇത് അറ്റ്മോസ്ഫിയറിൽ ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് ഈ പാർട്ടിക്കിൾസ് വന്നിട്ട് നമ്മുടെ വർക്കറിന് അല്ലെങ്കിൽ ഹാം ചെയ്യാൻ പാടില്ല. സോ ദാറ്റ്സ് വൈ വി ആർ യൂസിങ് എ ഷീൽഡ് ഓവർ ഹിയർ. ഓക്കെ, ഫ്ലോ സ്റ്റാൻഡ് ഗ്രൈൻഡർ എ ബിറ്റ് ഈസി അല്ലേ? ഫ്ലോ സ്റ്റാൻഡ് ഗ്രൈൻഡർ വിഷയമില്ലല്ലോ, ഇറ്റ്സ് സിമ്പിൾ, റൈറ്റ്? പെഡസ്റ്റിയൽ ഗ്രൈൻഡർ അല്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോ സ്റ്റാൻഡ് ഗ്രൈൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോറിൽ സ്റ്റാൻഡ് ചെയ്യുന്ന ഗ്രൈൻഡർ. ഇറ്റ് ഹാവ് എ പെഡസ്റ്റിയൽ, ഇറ്റ് ഹാവ് എ ഹൊറിസോണ്ടൽ സ്പിൻഡിൽ വീൽ അറ്റ് ബോത്ത് സൈഡ്സ്, എ വർക്ക് റെസ്റ്റ് ഈസ് പ്രൊവൈഡഡ്, ആൻഡ് ഇൻസൈഡ് ദ പെഡസ്റ്റിയൽ there will be a driving motor, അല്ലേ, driving motor inside the pedestal. Wheels will be covered by guards. Okay, used for rough grinding of tools and other small parts. ചെറിയ ചെറിയ പാർട്സുകളും ടൂൾസും നമുക്ക് റഫ് ഗ്രൈൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്, ഫ്ലോ സ്റ്റാൻഡ് ഗ്രൈൻഡേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, so I hope it's clear. Flow stand grinders. Any confusions? Flow stand grinders. Hello? Floor stand grinders, okay la? Okay, sir. Okay. Now let's go to bench grinder, okay? Bench grinders.
സോ വാട്ട് യു മീൻ ബൈ ബെഞ്ച് ഗ്രൈൻഡേഴ്സ്? റഫ് ഗ്രൈൻഡിങ്ങിൽ തന്നെ രണ്ടാമത്തെ ടൈപ്പാണ് ബെഞ്ച് ഗ്രൈൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലോർ സ്റ്റാൻഡ് ഗ്രൈൻഡേഴ്സ് ആൻഡ് ബെഞ്ച് ഗ്രൈൻഡേഴ്സ്. ഫസ്റ്റ് നമുക്ക് ഫോട്ടോ, റൈറ്റ്, ബെഞ്ച് ഗ്രൈൻഡർ, റൈറ്റ്, ഹിയർ ഇറ്റ് ഈസ് ബെഞ്ച് ഗ്രൈൻഡർ. ഇപ്പം ഫ്ലോർ സ്റ്റാൻഡ് ഗ്രൈൻഡറും ബെഞ്ച് ഗ്രൈൻഡറും തമ്മിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ പെഡസ്റ്റൽ ഉണ്ട്, ഇത് പെഡസ്റ്റൽ അല്ലേ. ദിസ് ഈസ് എ ബെഞ്ച് ഗ്രൈൻഡർ വേർ വി ക്യാൻ, നമ്മളൊരു ബെഞ്ചിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് വെക്കാന്നുള്ള രീതിയിൽ അല്ലേ. സോ ബെഞ്ച് ഗ്രൈൻഡർ ഇറ്റ് ഈസ് സ്മോൾ ഗ്രൈൻഡർ മൗണ്ടഡ് ഓൺ എ ബെഞ്ച്, റൈറ്റ്. ഇറ്റ്സ് എ സ്മോൾ ഗ്രൈൻഡർ മൗണ്ടഡ് ഓൺ എ ബെഞ്ച്. നമ്മൾ ഈ പെഡസ്റ്റലിൽ കണ്ടതുപോലെ തന്നെ അല്ലെ, ടു ഗ്രൈൻഡിങ് വീൽസ് ആർ കണക്റ്റഡ് ടു ബോത്ത് എൻഡ്സ് ഓഫ് എ മോട്ടോർ. ഒരു മോട്ടോറിന് രണ്ട് എൻഡിലായിട്ട് രണ്ട് വീല്, ഗ്രൈൻഡിങ് വീൽസ് ഉണ്ട്. വീൽസ് ആർ കവേർഡ് ബൈ ഗാർഡ്സ്. വർക്ക് റെസ്റ്റ് ഇസ് പ്രൊവൈഡഡ്, യൂസ്ഡ് ഫോർ ഗ്രൈൻഡിങ് ഹാൻഡ് ടൂൾസ്. നമ്മൾ ഉപയോഗിക്കുന്ന ഹാൻഡ് ടൂൾസ് ഒക്കെ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബെഞ്ച് ഗ്രൈൻഡർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ബെഞ്ച് ഗ്രൈൻഡേഴ്സ്, ഇവിടെ ബെഞ്ച് ഗ്രൈൻഡറിൽ നമുക്ക് കാണാൻ പറ്റും. ദിസ് ഈസ് എ വീൽ അല്ലെ, ഗ്രൈൻഡിങ് വീൽസ് ആണ് ഈ രണ്ട് സൈഡിലും ഉള്ളത്. യു ഹാവ് എ ഗാർഡ് ഉണ്ടാവും. ദെൻ യു ക്യാൻ ഫിറ്റ് ഐ ഷീൽഡ്. ഓക്കെ, ഐ ഷീൽഡ് ഫിറ്റിംഗ് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ദെൻ നമ്മൾ ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് മോട്ടർ ഇതിൻ്റെ ഉള്ളിൽ, അതായത് ഇതാണ് മോട്ടറിന്റെ രണ്ട് സൈഡിലായിട്ടുള്ള ഗ്രൈൻഡിങ് വീൽസ് ആണ് നിങ്ങൾ കാണുന്നത്, റൈറ്റ്. സോ ദിസ് ഈസ് ദ വർക്ക് റെസ്റ്റ്. ഓക്കെ, വർക്ക് റെസ്റ്റ് രണ്ട് സൈഡിലും കാണാൻ പറ്റുന്നില്ലേ, വർക്ക് റെസ്റ്റ്. വർക്ക് റെസ്റ്റ് രണ്ട് സൈഡിലും കാണാൻ പറ്റുന്നില്ലേ? യെസ്. ഈ വർക്ക് റെസ്റ്റിൽ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഹോൾഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കരുത്. വർക്ക് റെസ്റ്റിൽ നോർമലി ഇപ്പം പ്രാക്ടിക്കലി എങ്ങനെയാണ് ബെഞ്ച് ഗ്രൈൻഡർ വർക്ക് ചെയ്യുന്നത് ഞാൻ പറയാം, റൈറ്റ്. നമ്മളൊരു ചെറിയൊരു പീസ്, ഒരു 30x30 ചെറിയൊരു പീസ് കയ്യിലെടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, 30x30 എമൗണ്ട് ഒരു സ്ക്വയർ പീസ് കയ്യിലെടുത്തു എന്ന് വിചാരിക്കുക. നമുക്കൊരു സൈഡ് ഗ്രൈൻഡ് ചെയ്ത് കളയണം. ഓക്കെ, ജസ്റ്റ് യു ഹാവ് ടു ഫിനിഷ് ഇറ്റ്, ഓക്കെ, ബൈ യൂസിങ് എ ഗ്രൈൻഡിങ് മെഷീൻ. നമ്മൾ എന്താ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ, വർക്ക് റെസ്റ്റിൽ ജസ്റ്റ് വെക്കും. എന്നിട്ട് ഏത് ഫേസ് ആണോ ഗ്രൈൻഡ് ചെയ്യേണ്ടത് അത് നമ്മൾ ഈ വീലിന് കണക്കായിട്ട്, വീലിനെ ടച്ച് ചെയ്യുന്ന കാര്യത്തിൽ വെച്ചിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുകയാണ് ചെയ്യുക, ബൈ യൂസിങ് ഹാൻഡ് ഓൾമോസ്റ്റ്ലി. ഓക്കെ, കുറച്ച് ഹാം വരാത്ത രീതിയിൽ ചെയ്യണം എന്നാണ്. ഒരു പർട്ടിക്കുലർ സ്പീഡിൽ നമ്മൾ മോട്ടോർ അല്ലെ സ്പിൻഡിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട്. ഓക്കെ, അങ്ങനെയാണ് പൊതുവേ ചെയ്യുന്നത്. വർക്ക് റെസ്റ്റ് നമുക്ക് വർക്ക് ജസ്റ്റ് ഹോൾഡ്, അതായത് നമുക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് വർക്ക് റെസ്റ്റ് വരുന്നത്. ഓക്കെ, നൗ okay sir, let's see പോർട്ടബിൾ ഗ്രൈൻഡേഴ്സ്. ഓക്കെ, പോർട്ടബിൾ ഗ്രൈൻഡേഴ്സ് പേരിൽ തന്നെ അല്ലെ, പോർട്ടബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്നതിനാണ് നമ്മൾ പോർട്ടബിൾ ഗ്രൈൻഡേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? സോ ലൈക്ക് വൈസ് പോർട്ടബിൾ ഗ്രൈൻഡേഴ്സ്, സ്മോൾ ഗ്രൈൻഡർ ഹാൻഡിൽഡ് മാനുവലി അല്ലെ, ഹാൻഡിൽഡ് മാനുവലി, ആൻഡ് ഇറ്റ് ക്യാൻ ബി ക്യാരിഡ് അവേ ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. നമുക്ക് ഒരു സ്ഥലത്ത് നിന്നും അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഗ്രൈൻഡറിനെയാണ് നമ്മൾ പോർട്ടബിൾ ഗ്രൈൻഡർ എന്ന് പറയുന്നത്. ഇറ്റ് ഹാവ് എ സ്മോൾ ഇലക്ട്രിക് മോട്ടോർ ആൻഡ് സ്മോൾ ഗ്രൈൻഡിങ് വീൽ ഈസ് അറ്റാച്ച്ഡ് ടു ദ എൻഡ് ഓഫ് ദ മോട്ടോർ. ഓക്കെ, യൂസ്ഡ് ഫോർ റഫ് ഗ്രൈൻഡിങ് ഫോർ ലാർജ് ഫോജിങ്സ് ആൻഡ് വെൽഡഡ് ജോയിൻറ്റ്സ്. നമ്മൾ ഓൾറെഡി വെൽഡ് ചെയ്ത അല്ലെ ഫോജ് ചെയ്തെടുത്ത ലാർജ് ആയിട്ടുള്ള വർക്ക് പീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ റഫ് ഗ്രൈൻഡിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി വിൽ യൂസ് എ പോർട്ടബിൾ ഗ്രൈൻഡേഴ്സ് അല്ലെ. പോർട്ടബിൾ ഗ്രൈൻഡർ ആണ് നിങ്ങൾ ഇതാ ഈ ഒരു ഫിഗർ അല്ലെ, റൈറ്റ് സൈഡിലെ ഈ ഒരു ഫിഗർ കാണുന്നത്. ഓക്കെ, യു ഹാവ് എ ഹാൻഡിൽ ടു ഹോൾഡ്. ഓക്കെ, ഇത് നമുക്ക് ഇഗ്നേറ്റ് ചെയ്ത്, ഇതാണ് ചെറിയൊരു മോട്ടോർ, സ്മോൾ ഇലക്ട്രിക് മോട്ടോറാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, സ്മോൾ ഇലക്ട്രിക് മോട്ടോർ. ദെൻ യു ഹാവ് എ വീൽ, യു ഹാവ് എ ഗാർഡ്. ഓക്കെ, നമ്മൾ ഇതിന് പകരം ഡ്രില്ലിംഗ് ആണെങ്കിൽ എന്താണ്, ഇവിടെ ഒരു ഡ്രില്ലർ ഉണ്ടാവും അല്ലെ, നമുക്ക് ഹാൻഡിൽ എടുത്ത് ഡ്രില്ല് ചെയ്യുന്ന പരിപാടി കണ്ടിട്ടില്ലേ? സെയിം വേ ഇറ്റ്സ് ഹാൻഡിൽഡ് ബൈ പോർട്ടബിൾ ഗ്രൈൻഡർ. നമുക്കിത് കൊണ്ട് നടക്കാൻ പറ്റും. വി ക്യാൻ ക്യാരി അവേ. ഓക്കെ, ദിസ് പോർട്ടബിൾ ഗ്രൈൻഡർ, പേരുള്ളത് പോലെ തന്നെയാണ് പോർട്ടബിൾ. ഓക്കെ, സോ എ സ്മോൾ ഗ്രൈൻഡർ ഹാൻഡിൽഡ് മാനുവലി can be carried away from one
place to another, and it have a small electric motor. Okay. Okay, sir. Right. Now let's see abrasive belt grinders. Okay. എന്താണ് abrasive belt grinders എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ. എന്താണ് abrasive belt grinders? നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ദിസ് ഈസ് abrasive belt grinder. ഓക്കെ. നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ഉള്ള abrasive belt grinders-ഉം ഉണ്ട്. നമ്മൾ സാധാരണ ബെഞ്ച് മോഡലിൽ നിങ്ങൾക്ക് ബെഞ്ചിൽ തന്നെ വെക്കാൻ പറ്റുന്ന, ഇതും ബെഞ്ചിൽ വെക്കാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. ഓക്കെ. വേറൊരു രീതിയിൽ കാണുന്ന abrasive belt grinders-ഉം ഉണ്ട്. ഓക്കെ. ഈ ഒരു മോഡൽ തന്നെ, ബട്ട് ഇതിൽ ബെൽറ്റ് ഉണ്ടാവും ഇങ്ങനെ. സോ ഈ ഒരു abrasive belt grinders ഉദ്ദേശിക്കുന്നത് ഈ ബെൽറ്റ് കണ്ടോ അവിടെ, യു ക്യാൻ സീ എ ബെൽറ്റ്, റൈറ്റ്? abrasive belt. ദിസ് abrasive belt എന്ന് പറഞ്ഞാൽ ഈ ബെൽറ്റിന്റെ മേലെയാണ് abrasive particles ഉണ്ടാവുക, റൈറ്റ്? നമുക്കിവിടെ വീലിന്റെ മേലെ abrasives ഉള്ളതുപോലെ abrasive belt, okay, belt contains abrasives, okay, by bonding materials ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. സാധാരണ ആസ് യൂഷ്വൽ ഒരു ഗ്രൈൻഡിങ് വീൽ എങ്ങനെയാണോ ഉണ്ടാകുന്നത് അതിന്റെ ഗ്രൈൻഡിങ് ബെൽറ്റ് അത്രേ ഉള്ളൂ. ഓക്കെ. ബെൽറ്റ് മോഡൽ abrasive belt. അപ്പോൾ ഈ abrasive belt രണ്ട് പുള്ളി വെച്ചിട്ട്, അതായത് ജസ്റ്റ് ഒരു നമുക്ക് മോട്ടോർ കറങ്ങുന്ന സമയത്ത് ഈ ബെൽറ്റ് കറങ്ങണം എന്നുള്ള രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. യു ഹാവ് എ വർക്ക് റെസ്റ്റ്. ഫിഗർ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഒരു മിനിറ്റ്. Okay. So, abrasive belt grinders, endless abrasive belt. Okay, endless abrasive belts running on the pulley. അല്ലേ? ഞാൻ പറഞ്ഞു ഒരു ബെൽറ്റ് ഫിഗറിൽ കണ്ട പോലെ തന്നെ ഒരു ബെൽറ്റ് റണ്ണിങ് ഓൺ ദ പുള്ളി, റൈറ്റ്? Okay, running on the pulley. So, belt has a small abrasive grains pasted on one of its side. അല്ലെ? ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ബെൽറ്റാണ്. ബെൽറ്റിന്റെ മേലെ നമ്മൾ ഈ ഗ്രൈൻഡിങ് വീലിന്റെ മേലെയുള്ള abrasive പോലെ തന്നെ ബെൽറ്റിന്റെ മേലെയാണ് abrasive grains ഉണ്ടാകുന്നത്. സോ അറ്റ് വൺ സൈഡ് ഓഫ് ദ ബെൽറ്റ് ഇറ്റ് വിൽ ബി ഹാവിംഗ് ദിസ് abrasive grains. ഓക്കെ. ബോണ്ടിങ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് ബോണ്ട് ചെയ്തിട്ടാണ് ഹെൽഡ് ടുഗെദർ, അല്ലെ? ടുഗെദർ ഹെൽഡ് ചെയ്തിട്ടാണ് നമ്മൾ abrasive grains ഉണ്ടാകുന്നത്. സോ ബെൽറ്റ് abrasive belts എന്നാണ് പറയാ. ഒരു പുള്ളി വെച്ച് നമ്മൾ ഈ abrasive belts കണക്ട് ചെയ്തിട്ടുണ്ട്, endless പുള്ളി വെച്ചിട്ട്. ഓക്കെ. So bottom pulley is connected to the driving motor so that this will rotate, അല്ലെ? മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ബെൽറ്റും പുള്ളി റൊട്ടേറ്റ് ചെയ്യും, റൈറ്റ്? സോ സപ്പോർട്ടിങ് ദ ബെൽറ്റ് അറ്റ് ഇറ്റ്സ് ബാക്ക് സൈഡ്, പ്ലാറ്റൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് ബെൽറ്റിന്റെ ബാക്ക് സൈഡിൽ സപ്പോർട്ട് ചെയ്യുന്ന എന്നുള്ള രീതിയിലാണ് വർക്ക് ഫെഡ് അഗൈൻസ്റ്റ് ദ മൂവിങ് abrasive belt. അതായത് നമ്മളിപ്പം ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ ഓൺ ഇറ്റ്, അല്ലെ? ഇലക്ട്രിക് മോട്ടോർ റൺ ചെയ്യുന്ന സമയത്ത്, ഡ്രൈവിംഗ് മോട്ടോർ റൺ ചെയ്യുന്ന സമയത്ത് ഈ പുള്ളി റൊട്ടേറ്റ് ചെയ്യും. സോ കണ്ടിന്യൂസ് ആയിട്ട് എൻലെസ് ആയിട്ട് ഈ ബെൽറ്റ് ഡ്രൈവ് പുള്ള് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്ക് പീസ്, ഓക്കെ, വർക്ക് പീസ് വിൽ ബി ഫെഡ് അഗൈൻസ്റ്റ്, നമ്മുടെ കയ്യിലുള്ള വർക്ക് പീസ് ജസ്റ്റ് ബെൽറ്റിന്റെ മേലെ പ്രസ് ചെയ്യുകയാണ് ചെയ്യുക ശരിക്കും പറഞ്ഞാൽ. ഓക്കെ. റൈറ്റ്? Okay, sir. Okay. Small and irregular shaped workpiece can be ground safely. അതാണ് ഞാൻ പറഞ്ഞത്. ബെൽറ്റ് ഗ്രൈൻഡേഴ്സിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബെൽറ്റിന്റെ മേലെ നമുക്ക് വളരെ ചെറിയൊരു വർക്ക് പീസാന്ന് വിചാരിക്കുക. നമുക്ക് ഒരു ചെറിയൊരു ടൂളിന്റെ ചെറിയൊരു സൈഡ് നമുക്ക് ഗ്രൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബെൽറ്റ് പോകുന്ന സമയത്ത് ബെൽറ്റിനെ നമുക്ക്
എന്താ പറയുക, സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊരു സാധനം ഉണ്ടാവും. അപ്പം ബെൽറ്റിന്റെ മേലെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബെൽറ്റിന്റെ മേലെ, റണ്ണിങ് ബെൽറ്റിന്റെ മേലെ നമ്മളിത് ജസ്റ്റ് പ്രസ് ചെയ്യുക. ഓക്കെ, ഫെഡിങ് അഗൈൻസ്റ്റ് ദ വർക്ക് പീസ് എന്നാണ് പറയുക. വി വിൽ ജസ്റ്റ് പ്രസ് ഇറ്റ്. ഓക്കെ, പ്രാക്ടിക്കലി. സോ അബ്രസീവ് ബെൽറ്റ് ഗ്രൈൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, ഇനി ഈ അബ്രസീവ് ബെൽറ്റ് ഉണ്ടോ, ബെൽറ്റ് ഇതിനെയാണ് പ്ലാറ്റൻ എന്ന് പറയുന്നത്. ബെൽറ്റിനെ നമ്മൾ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ. സോ നമുക്കിതിപ്പം റൊട്ടേറ്റ് ചെയ്യുന്നതാണെന്ന് വിചാരിക്കുക. ഒരു സൈഡിലോട്ട് ഈ ബെൽറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ടാവും അല്ലെ, കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. ആ സമയത്ത് നമ്മൾ നമ്മുടെ പീസ് ജസ്റ്റ് ഇതിന്റെ മേലെ പ്രസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഏത് ഫേസ് ആണോ ഗ്രൈൻഡ് ചെയ്യേണ്ടത് ആ ഫേസ് ജസ്റ്റ് പ്രസ് ചെയ്യാണ് ചെയ്യുക. റൈറ്റ്, ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ലേ ഇതില്? റൈറ്റ്, ബെഞ്ച് ഗ്രൈൻഡേഴ്സിൽ സാധാരണ ഇവിടെ ഈ ഗ്രൈൻഡറിന്റെ സൈഡ് കൊണ്ടുവെക്കുകയാണ് ചെയ്യുക അല്ലെ, അതേപോലെ തന്നെ. റൈറ്റ്, ഇനി സ്വിംഗ് ഫ്രെയിം ഗ്രൈൻഡർ നിങ്ങൾ കാണുന്നത് പോലത്തെ ഇതാ ഈ ഒരു ഫിഗറാണ് നമ്മുടെ സ്വിംഗ് ഫ്രെയിം ഗ്രൈൻഡറിന്റെ ഫിഗറാണ് കാണുന്നത്. ഓക്കെ, അതായത് കൗണ്ടർ പോലെ ഒരു സൈഡിൽ ബാലൻസിങ് വെയിറ്റും ഉണ്ടാവും, ഒരു സൈഡിൽ നമ്മുടെ വീലും ഉണ്ടാവും. ഓക്കെ, ജസ്റ്റ് യു ഹാവ് എ മോട്ടോർ. നമുക്ക് ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഇതേപോലെ സ്വിംഗ് ഫ്രെയിം ഗ്രൈൻഡറിന്റെ ഒരു എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ നിങ്ങൾ ഈ കട്ടിങ് മെഷീൻ കണ്ടിട്ടില്ലേ, എടുത്ത് നടക്കുന്ന നമ്മുടെ ഈ പുല്ലൊക്കെ ചെത്തിക്കളയുന്ന മെഷീൻ കണ്ടിട്ടല്ലേ? ആ ഒരു ടൈപ്പ് സാധനമാണ് സ്വിംഗ് ഫ്രെയിം ഗ്രൈൻഡർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇത് എടുത്ത് പോർട്ടബിൾ ആണെങ്കിൽ ഇത് അതിന്റെ രീതിയിലല്ല പറയുന്നത്, പോർട്ടബിൾ ആയിട്ട്, അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു സ്വിംഗ് ഫ്രെയിം ആയിട്ട് തോന്നേണ്ടി. അതായത് ഒരു സൈഡ് ബാലൻസിങ് വെയിറ്റ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെ, മിഡിലിൽ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഫ്രെയിം, ആ ഒരു രീതിയിലുള്ളൊരു എക്സാമ്പിൾ ആയിട്ട് എനിക്ക് തോന്നിയ ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രം. ഓക്കെ, സ്വിംഗ് ഫ്രെയിം ഗ്രൈൻഡേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഹൊറിസോണ്ടൽ ഫ്രെയിം 2 to 3 meter ലോങ്. ഓക്കെ, ഇറ്റ് ഹാവ് എ ഹൊറിസോണ്ടൽ ഫ്രെയിം. കണ്ടല്ലേ, ഹൊറിസോണ്ടൽ ഫ്രെയിം അല്ലേ, ഹൊറിസോണ്ടൽ ഫ്രെയിം 2 to 3 meter ലോങ്. ഫ്രെയിം സസ്പെൻഡഡ് അറ്റ് ദ മിഡിൽ. റൈറ്റ്, ഇതാ കണ്ടോ, സസ്പെൻഡഡ് അറ്റ് മിഡിൽ അല്ലേ, മിഡിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഫ്രെയിം ക്യാൻ ബി സ്വിംഗ് അബൌട്ട് ഇറ്റ്സ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ. നമുക്ക് ഈ സ്വിംഗ് ചെയ്യാൻ പറ്റും. ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് എടുത്ത് സസ്പെൻഷൻ സ്വിംഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, one end of the frame carries the grinding wheel attached to the motor and other end carries counter wheel അല്ലെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സൈഡിൽ നമുക്ക് ഗ്രൈൻഡിങ് വീൽ ഉണ്ട്, അത് അടുത്ത സൈഡിൽ ഈ ഗ്രൈൻഡിങ് വീലിന്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാനുള്ള കൗണ്ടർ അല്ലെ, കൗണ്ടർ വെയിറ്റ് അടുത്ത സൈഡിലുണ്ട്. യൂസിങ് ഹാൻഡിൽ ഓപ്പറേറ്റർ അപ്ലൈസ് ദ വീൽ ഓൺ ദ വർക്ക് പീസ് അല്ലെ. നമുക്ക് ഹാൻഡിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വർക്ക് പീസിന്റെ മേലെ അപ്ലൈ ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ലാർജ് കാസ്റ്റിങ്സും ഫോർജിങ്സും ഒക്കെയാണ് നമ്മൾ ഇതിന് സ്വിംഗ് ഫ്രെയിം ഗ്രൈൻഡറിൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് റഫ് ഗ്രൈൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി. ഓക്കെ, there are different types of rough grinders. Different types of rough grinders ആണ് കണ്ടത്. ഫ്ലോ സ്റ്റാൻഡ് ഗ്രൈൻഡർ, അബ്രസീവ് ബെൽറ്റ് ഗ്രൈൻഡർ, പോർട്ടബിൾ ഗ്രൈൻഡർ, ബെഞ്ച് ഗ്രൈൻഡർ ആൻഡ് സ്വിംഗ് ഫ്രെയിം ഗ്രൈൻഡർ. ഓക്കെ, അപ്പം ഇത്രയും ഗ്രൈൻഡേഴ്സിൽ പർട്ടിക്കുലർ ആയിട്ട് എഴുതാൻ പറ്റണം. ഇൻ കേസ് റഫ് ഗ്രൈൻഡേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ടൈപ്സ് ഓഫ് റഫ് ഗ്രൈൻഡർ ഉണ്ട്. പ്രിസിഷൻ ഗ്രൈൻഡറിൽ നിന്നും ഒരു റഫ് ഗ്രൈൻഡർ ഇങ്ങനെയാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, ഒരു റഫ് ഗ്രൈൻഡേഴ്സിൽ ഫ്ലോ സ്റ്റാൻഡ് ഗ്രൈൻഡർ ആയിക്കോട്ടെ, ബെഞ്ച് ഗ്രൈൻഡർ ആയിക്കോട്ടെ, അതിൻ്റെ ഡിഫറൻസ് പറയാൻ പറ്റണം. അതായത് ഇപ്പോൾ ഒരു അബ്രസീവ് ബെൽറ്റ് ഗ്രൈൻഡർ ആണെങ്കിൽ അതെങ്ങനെയാണ് കാണാൻ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതേപോലെ തന്നെ എല്ലാം. ഓക്കെ, ടോട്ടൽ. ഓക്കെ സർ. ഓക്കെ സർ, ഇതിനെയാണ് നമ്മൾ ഫ്ലോ സ്റ്റാൻഡ് ഗ്രൈൻഡർ, ബെഞ്ച് ഗ്രൈൻഡർ, അബ്രസീവ് ബെൽറ്റ് ഗ്രൈൻഡർ എന്നൊക്കെ, സ്വിംഗ് ഫ്രെയിം ഗ്രൈൻഡേഴ്സ് ആൻഡ് പോർട്ടബിൾ ഗ്രൈൻഡർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ 5 ഗ്രൈൻഡേഴ്സ് പഠിച്ചത് അല്ലേ. നൗ ലെറ്റ്സ് സീ പ്രിസിഷൻ ഗ്രൈൻഡർ. ഇതിൽ വലിയ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. റഫ് ഗ്രൈൻഡേഴ്സിന്
ലെറ്റ്സ് സി പ്രിസിഷൻ ഗ്രൈൻഡർ. പ്രിസിഷൻ ഗ്രൈൻഡർ ആണ് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത്. അതായത് റഫ് ഗ്രൈൻഡേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം അല്ലേ. ഫ്ലോ സ്റ്റാൻഡ് ഗ്രൈൻഡർ, ബെഞ്ച് ഗ്രൈൻഡർ എന്താണെന്നൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഒരു വിഷനെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ്. സെയിം വേ അത് ഈ ഒരു രീതിയിൽ തന്നെയാണ് ഉള്ളത്. ഓക്കെ, നൗ പ്രിസിഷൻ ഗ്രൈൻഡർ. പ്രിസിഷൻ ഗ്രൈൻഡറിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ടൈപ്സ് അല്ലേ. സിലിണ്ടറിക്കൽ ഗ്രൈൻഡർ ഉണ്ട്, ഇന്റേണൽ ഗ്രൈൻഡർ ഉണ്ട്, സർഫേസ് ഗ്രൈൻഡേഴ്സ് ഉണ്ട്, ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡേഴ്സ് ഉണ്ട്, ആൻഡ് സ്പെഷ്യൽ ഗ്രൈൻഡേഴ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പം സിലിണ്ടറിക്കൽ ഗ്രൈൻഡർ ആണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ ടൈപ്പും ഉണ്ട്, സെൻറ്റർലെസ്സും ഉണ്ട്. ഓക്കെ, അതായത് സെൻറ്റർ ടൈപ്പ് എന്ന് പറയും, സെൻറ്റർലെസ് എന്ന് പറയും. രണ്ട് ടൈപ്പ് കാര്യങ്ങളുണ്ട് എന്നാണ് പറയുക. ഇന്റേണൽ ഗ്രൈൻഡേഴ്സും അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. സെൻറ്റർലെസ് ഉണ്ട്, യൂണിവേഴ്സൽ പ്ലെയിൻ ആൻഡ് യൂണിവേഴ്സൽ ടൈപ്പ് ഉണ്ട്, പ്ലാനറ്ററി ടൈപ്പ് ഉണ്ട്. ഓക്കെ, സർഫേസ് ഗ്രൈൻഡേഴ്സും രണ്ട് രീതിയിലുണ്ട്. റെസിപ്രോക്കേറ്റിംഗ് ടാബിളും ഉണ്ട്, റൊട്ടേറ്റിംഗ് ടാബിളും ഉണ്ട്. ഓക്കെ, അതിൽ തന്നെ ടൈപ്സ് ഉണ്ട്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ സ്പിൻഡിൽ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ദെൻ യു ഹാവ് എ ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡർ. അത് യൂണിവേഴ്സൽ ഉണ്ട്, വെർട്ടിക്കൽ ഉണ്ട്. ദെൻ സ്പെഷ്യൽ ഗ്രൈൻഡിങ് മെഷീൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രൈൻഡിങ് മെഷീൻസ്. അതിൽ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പാർട്ടാണ് പ്രിസിഷൻ ഗ്രൈൻഡേഴ്സിൽ സിലിണ്ടറിക്കൽ, ഇന്റേണൽ ആൻഡ് സർഫേസ് ഗ്രൈൻഡേഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഗ്രൈൻഡിങ് മെഷീൻസിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പോർഷനാണ് സിലിണ്ടറിക്കൽ ഗ്രൈൻഡർ, ഇന്റേണൽ ഗ്രൈൻഡർ ആൻഡ് സർഫേസ് ഗ്രൈൻഡേഴ്സ്. ഓക്കെ, എന്താണ് ഗ്രൈൻഡിങ്? ഒരു പ്രാവശ്യം പ്രിസിഷൻ ഗ്രൈൻഡിങ്ങും റഫ് ഗ്രൈൻഡിങ്ങും തമ്മിലുള്ള വ്യത്യാസവും അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പം ഈ ഒരു പ്രിസിഷൻ ഗ്രൈൻഡേഴ്സിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ ടൈപ്പ് മെൻഷൻ ചെയ്യാനും ഏതെങ്കിലും ഒരു ടൈപ്പ് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇന്റേണൽ ഗ്രൈൻഡിങ് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് അതിൽ എന്താണ് ഇന്റേണൽ ഗ്രൈൻഡേഴ്സ്, എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇന്റേണൽ ഗ്രൈൻഡേഴ്സ് എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ വി ഹാവ് ടു സ്റ്റഡി ഇൻ ഡീപ്പ്. ഓക്കെ, സോ പ്രിസിഷൻ ഗ്രൈൻഡർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് പ്രൊഡ്യൂസസ് അല്ലേ, ഇറ്റ് പ്രൊഡ്യൂസസ് an accurate size അല്ലേ, സുപ്പീരിയർ സർഫേസ് ഫിനിഷും ആക്യുറേറ്റ് സൈസും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് grinding ആണ് precision grinding, and we will use precision grinding machines to produce such workpieces with high degree of dimensional tolerance and accuracy അല്ലേ. ഓക്കെ, ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ ഫ്രെയിം കയറി വരുന്നത് ഒന്നും വിചാരിക്കരുത്, നിങ്ങൾക്ക് ഏതോ ഒരു നോട്ടിഫിക്കേഷൻ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഇവിടുന്ന് ലെഫ്റ്റ് ചെയ്യുന്ന സമയത്തും മൈക്ക് ഓൺ ചെയ്യുന്ന സമയത്തൊക്കെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് സംഭവിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, അതൊരു ഡിസ്റ്റർബൻസ് എനിക്കും ആകുന്നുണ്ട്, നിങ്ങൾക്കും ആകുന്നുണ്ടെന്ന് അറിയാം. ഓക്കെ, നോട്ടിഫിക്കേഷൻ ഓഫാക്കാൻ നോക്കി, നടക്കുന്നില്ല. അത് സെറ്റിങ്സിലൊക്കെ പോയി കുറച്ച് സമയം എടുക്കും. സോ ഇതാണ്, നമുക്ക് പ്രിസിഷൻ ഗ്രൈൻഡേഴ്സിലോട്ട് ജസ്റ്റ് ഒന്ന് കടക്കാം. ഓക്കെ, എന്താണ് പ്രിസിഷൻ ഗ്രൈൻഡർ, ജസ്റ്റ് എന്താണ് സിലിണ്ടറിക്കൽ ഗ്രൈൻഡർ എന്നല്ല, എന്താണ് അതിൻ്റെ ടൈപ്പ് എന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോഴേക്കും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ എ സിലിണ്ടറിക്കൽ ഗ്രൈൻഡർ? എന്താണ് ഒരു സിലിണ്ടറിക്കൽ ഗ്രൈൻഡർ? ലെയ്ത്ത് ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും, ലെയ്ത്ത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, ലെയ്ത്തിൽ നമ്മൾ ഒരു ലോങ് വർക്ക് പീസ് എങ്ങനെ ഹോൾഡ് ചെയ്യും? വളരെ ലോങ് വർക്ക് പീസ് എങ്ങനെ ഹോൾഡ് ചെയ്യും? ഒരു ലോങ് ആയിട്ടുള്ള സിലിണ്ടറിക്കൽ വർക്ക് പീസ് നമ്മൾ എങ്ങനെ ഹോൾഡ് ചെയ്യും? ടെയിൽ സ്റ്റോക്കിലും ഹെഡ് സ്റ്റോക്കിലും. അതെ, അതായത് സെന്റേഴ്സിൽ വെച്ചിട്ട്. ഓക്കെ, ടെയിൽ സ്റ്റോക്കിലും ഹെഡ് സ്റ്റോക്കും യൂസ് ചെയ്തുകൊണ്ട്, ലൈവ് സെന്റർ ആൻഡ് ഡെഡ് സെന്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഹോൾഡ് ചെയ്യും. ഓക്കെ, റൈറ്റ്. അപ്പം അതേ ഒരു സെറ്റപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടറിക്കൽ പ്രിസിഷൻ ഗ്രൈൻഡറിൽ ചെയ്യുന്നത്. ഓക്കെ, വർക്ക് പീസ് ഈസ് യൂഷ്വലി ഹെൽഡ് ബിറ്റ്വീൻ ഡെഡ് സെന്റേഴ്സ്
and rotated by a dog and driver on the faceplate. അതായത് നിങ്ങൾ ഈ കാണുന്നത് പോലെ ഇതാണ് ഒരു സെറ്റപ്പ്. ഓക്കെ, സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ് മെഷീൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. യു ഹാവ് എ ബേസ്, ദെൻ ലോവർ ടേബിൾ ആൻഡ് അപ്പർ ടേബിൾ, ദെൻ നമ്മളെ ഈ ഒരു ലെയ്ത്ത് കാണുന്നത് പോലെ തന്നെ ഒരു ഹെഡ് സ്റ്റോക്ക് സൈഡ് ഉണ്ടാവും, ഒരു ടെയിൽ സ്റ്റോക്ക് സൈഡ് ഉണ്ടാവും. ഓക്കെ, ദെൻ യു ഹാവ് എ വീൽ ഹെഡ്, അതായത് വീല് ഗ്രൈൻഡിങ് വീല് ഹോൾഡ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു വീൽ ഹെഡും, ദെൻ ഹോൾഡിങ് ടൂൾ ഹോൾഡിങ് ഡിവൈസ് എന്നുള്ള രീതിയിൽ ഗ്രീൻ, അതായത് നമ്മളിപ്പോൾ ഈ കണ്ട പോലെ തന്നെ ഗ്രൈൻഡിങ് ബെഞ്ച് ഗ്രൈൻഡേഴ്സിലൊക്കെ കാണുന്നില്ലേ, അതേപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ഗ്രൈൻഡിങ് വീല് ഹോൾഡ് ചെയ്യാൻ പാകത്തിന് ഒരു ഗ്രൈൻഡിങ് വീലിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടാവും. സോ ഇത്രയും സെറ്റപ്സുകളാണ് ഉണ്ടാകുന്നത്. ഇതിൽ 2 സെന്റേഴ്സിലാണ് നമ്മൾ വർക്ക് ഹോൾഡ് ചെയ്യുന്നത് സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ്ങിൽ. ഓക്കെ, സോ workpiece is usually held between dead centers and rotated by a dragger driver on the faceplate. Intended primarily for grinding plain cylindrical type, although they have a used for grinding counters. സിലിണ്ടറിക്കൽ ടാപ്പേഴ്സ്, ഫേസ്, ഈ കാര്യങ്ങളൊക്കെ, അതായത് ഫില്ലറ്റ്സ്, ക്യാം ആൻഡ് ക്യാം ഷാഫ്റ്റ്സ്, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുമെങ്കിലും ഓക്കെ വളരെ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് സിലിണ്ടറിക്കൽ ആയിട്ടുള്ള വർക്ക് പീസസുകളാണ്. ഓക്കെ, so grinding plain cylindrical parts we are mostly using this cylindrical grinder. Okay, അപ്പം ഒരു സാധാരണ സിലിണ്ടറിക്കൽ സെന്റർ ടൈപ്പ്, അതായത് ഞാൻ പറഞ്ഞു സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ് തന്നെ 2 തരത്തിലുണ്ട്. ഇറ്റ് ഈസ് സെന്റർ ടൈപ്പ് ഗ്രൈൻഡിങ് ആൻഡ് സെന്റർലെസ് ഗ്രൈൻഡിങ്. ഓക്കെ, സോ സെന്റർ ടൈപ്പ് ഗ്രൈൻഡിങ് ആണ് പറയുന്നത്. സെന്റർ അതായത് 2 ഡെഡ് സെന്റേഴ്സ് അല്ലേ, യു ഹാവ് എ ഡെഡ് സെന്റേഴ്സ് ഉപയോഗിച്ച്, ഒരു ലൈഫ് സെന്റർ ഡെഡ് സെന്റർ ഉണ്ടെങ്കിൽ 2 സെന്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഒരു ലോങ് സിലിണ്ടറിക്കൽ വർക്ക് പീസ് വിൽ ബി ഹോൾഡിങ്, റൈറ്റ്? സോ in a cylindrical grinder, in a cylindrical central type grinder, there are 4 movements actually. You can see like ഇതിൽ ഒരു 4 മൂവ്മെന്റ്സ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ത്രൂ ഔട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്യണം എന്നാണെങ്കിൽ യു ഹാവ് എ 4 മൂവ്മെന്റ്സ്. ഒന്ന്, വർക്ക് ഷുഡ് റിവോൾവ്, റൈറ്റ്? വർക്ക് മസ്റ്റ് റിവോൾവ് അല്ലെ, വർക്ക് മസ്റ്റ് റിവോൾവ്, വീൽ മസ്റ്റ് റിവോൾവ് അല്ലെ, 2 എണ്ണം, വർക്കും വീലും റൊട്ടേറ്റ് ചെയ്യണം, റൈറ്റ്? വർക്ക് മസ്റ്റ് റിവോൾവ്, വീൽ മസ്റ്റ് റിവോൾവ്. പിന്നെ വർക്ക് മസ്റ്റ് പാസ് ദ വീൽ, വീൽ മസ്റ്റ് പാസ് ദ വർക്ക്, റൈറ്റ്? ശരിയല്ലേ? അതായത് ഈ ഒരു എൻഡ് തൊട്ട് ഈ ഒരു എൻഡ് വരെ ഫുൾ കവർ ചെയ്യണം. വീല് ഫുള്ളായിട്ട് വർക്കിനെ പാസ് ചെയ്യണം, വർക്ക് ഫുള്ളായിട്ട് വീലിനെ ടോട്ടലായിട്ട് പാസ് ചെയ്യണം അല്ലേ? ചിന്തിച്ചു നോക്കും, റൈറ്റ്? ഇത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നല്ലേ ജസ്റ്റ് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഓക്കെ, സോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സിൻഡർ ടൈപ്പ് ഗ്രൈൻഡർ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ടൈപ്സിലോട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിന് പോവാം. ഓക്കെ, ഒരു ടൈപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് എൻ്റെ സുഖം. ഓക്കെ, സോ സിലിണ്ടറിക്കൽ ടൈപ്പ് ഗ്രൈൻഡേഴ്സ്, അതായത് നമ്മളിപ്പം മെയിനായിട്ട് ഇന്ന് പഠിച്ചതെന്ന് പറഞ്ഞാൽ റഫ് ഗ്രൈൻഡേഴ്സ് ആണ്. റഫ് ഗ്രൈൻഡേഴ്സിൽ ആർക്കും ഒരു ഡൗട്ടും ഇല്ലല്ലോ. എന്താണ് റഫ് ഗ്രൈൻഡർ, എന്താണ് പ്രിസിഷൻ ഗ്രൈൻഡർ, തിയറി ഓഫ് ടോട്ടൽ ഗ്രൈൻഡിങ്ങും നിങ്ങൾക്ക് അറിയാം ഓൾറെഡി അല്ലേ? സോ മെക്കാനിസം ഓഫ് ഗ്രൈൻഡിങ്ങും നിങ്ങൾക്ക് അറിയാം. സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റഫ് ഗ്രൈൻഡേഴ്സ്. ഈ ഗ്രൈൻഡേഴ്സിൽ ഒരു ഡൗട്ടും ഇല്ലല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാം. പ്രാക്ടിക്കലി എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ എനിത്തിങ്. നിങ്ങൾ ഗ്രൈൻഡിങ് മെഷീൻ കണ്ടിട്ടില്ലേ? നേരിട്ട് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടോ ഗ്രൈൻഡിങ് മെഷീനിൽ ആരെങ്കിലും? ഇല്ല. ഓക്കെ, പോളിക്കാർ ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ. ബാക്കിയുള്ളവർ ഇപ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടതായിരുന്നു. ഓക്കെ, റൈറ്റ്. അപ്പം ഇതൊക്കെയാണ് റഫ് ഗ്രൈൻഡേഴ്സ്. നമുക്ക് പ്രിസിഷൻ ഗ്രൈൻഡേഴ്സ് പഠിക്കുമ്പോൾ അതിൻ്റെ ചേഞ്ച് കാണാം. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിന് ടോട്ടൽ പ്രിസിഷൻ ഗ്രൈൻഡിങ്സ് എന്തൊക്കെയാണ് എന്ന് പഠിക്കാം. ഓക്കെ.